നമസ്കാരം. അമേരിക്കയുടെ ഷിപ്പിംഗ് കേന്ദ്രങ്ങളടക്കം കത്തിച്ച് തകർക്കുകയാണ് ഇറാൻ. ഇറാൻ തിരിച്ചടിക്കുന്നു. ട്രംപ് മുട്ടുമടക്കേണ്ടി വരുന്നു. ഇറാനിൽ പ്രക്ഷോഭം ആളിക്കത്തുമ്പോൾ കടുത്ത പ്രതിസന്ധിയിലാണ് ആ രാജ്യം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കേട്ടോ. അത്രത്തോളം പ്രതിസന്ധി നേരിടുകയാണ് ഇറാൻ. അമേരിക്കയുടെ ബാഹ്യ ഇടപെടലാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് കരുതുന്നവർ ഏറെയാണ് ഇറാനിൽ. ഇതിനിടെ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നവർക്കെതിരെ മുന്നറിയിപ്പുമായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നതും നമ്മൾ കണ്ടിരിക്കുന്നു. ഭീഷണിപ്പെടുത്തിയതുപോലെ ഇറാനിലെ സൈനിക ആക്രമണം നടത്തിയാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്രംപ് അത്തരത്തിലുള്ള ചില ഭീഷണിയൊക്കെ ഇറാന് നേരെ നടത്തിയിരുന്നു. ഇറാനിൽ സൈനിക ആക്രമണം നടത്താൻ പോകുന്നു, ഇറാനെ പിടിച്ചുകെട്ടാൻ പോകുന്നു, ആയത്തുള്ള ഖമേനിയെ തടങ്കലിലാക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള ഇറാനെതിരെയുള്ള അമേരിക്കയുടെ വാദങ്ങൾ, ട്രംപിന്റെ ഇത്തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പറയാണ്, ഭീഷണിപ്പെടുത്തിയതുപോലെ ഇറാനിൽ സൈനിക ആക്രമണം നടത്തിയാൽ ഇരു രാജ്യങ്ങളും നിയമപരമായ ലക്ഷ്യങ്ങളുമായും മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിയമപരമായ ലക്ഷ്യങ്ങളായിട്ട് മാറുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിഫ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇസ്രായേലും US സൈനിക ഷിപ്പിംഗ് സൗകര്യങ്ങളും ലക്ഷ്യമിടുന്നതായിട്ടാണ് ഗാലിബാഫ് പറഞ്ഞത്. അപ്പോൾ അമേരിക്ക അവരുടെ ഷിപ്പിംഗ് കേന്ദ്രങ്ങൾ സംരക്ഷിച്ചുകൊള്ളൂ, ഇറാൻ ആക്രമിക്കും, ഇറാൻ നിങ്ങളെ അഗ്നിഗോളത്തിനിരയാക്കുന്ന തരത്തിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കത്തിച്ചില്ലാതാക്കാൻ പോവുകയാണ്. അതിന്റെ മുന്നറിയിപ്പാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങൾക്കെതിരെ, അതായത് ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക ആക്രമണങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആ നിമിഷം കത്തിച്ചാമ്പലാകാൻ പോകുന്നത് അമേരിക്കയുടെ ഷിപ്പിംഗ് സൗകര്യങ്ങളാണ്, US സൈനിക ഷിപ്പിംഗ് സൗകര്യങ്ങൾ. അതിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള യാത്രയാണ് ഇപ്പോൾ ഇറാൻ നടത്താൻ പോകുന്നത്. ഇറാൻ പാർലമെന്റിൽ വളരെ ബഹളമായിട്ടുള്ള ഒരു സമ്മേളനമായിരുന്നു ആ പാർലമെന്റിൽ നടന്നത്. അമേരിക്കയ്ക്ക് മരണമെന്ന് ആക്രോശിച്ചുകൊണ്ട് നിയമസഭാംഗങ്ങളൊക്കെ വേദിയിലേക്ക് ഓടിക്കയറി മുന്നറിയിപ്പ് നൽകുന്ന കാഴ്ചയും അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. പാർലമെന്റ് കോലാഹലത്തിന്റെ സ്ഥിരീകരിക്കാത്ത വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. നിയമനിർമ്മാതാക്കൾ ഒരേ സ്വരത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നതായിട്ട് ആ ദൃശ്യങ്ങൾ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഇറാന്റേത് എന്ന് പറയപ്പെടുന്ന പ്രതികാര നടപടികളിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നും, അങ്ങനെ ഒതുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള മുന്നറിയിപ്പ് കൂടി ഗാലിബാഫ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇറാന് വേണ്ടിയിട്ട്. നിയമാനുസൃതമായിട്ടുള്ള പ്രതിരോധത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് പ്രതികരിക്കുന്നതിൽ മാത്രം ഞങ്ങൾ പരിമിതപ്പെടുത്തുകയില്ല എന്നും, തെറ്റായ കണക്കുകൂട്ടലുകൾ നടത്തരുത് എന്ന് ഞങ്ങൾ ട്രംപിനോടും മേഖലയിലെ അദ്ദേഹത്തിന്റെ സഖ്യകക്ഷികളോടും പറയുകയാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി ഇറാൻ നടത്തിയിരിക്കുകയാണ്. ട്രംപിനെ ഇറാനിയൻ മാധ്യമങ്ങളടക്കം വിളിച്ചതും വിശേഷിപ്പിച്ചതും വിഭ്രാന്തി ഉള്ളയാൾ എന്നായിരുന്നു. കാരണം അത്രത്തോളം ഒരു രാജ്യത്തിനെ തകർക്കാൻ നടത്തുന്ന വേട്ട എന്ന് പറയപ്പെടുന്നത് വളരെ വലുതാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ട്രംപിനെതിരെയുള്ള വളരെ കൃത്യമായിട്ടുള്ള ഇറാന്റെ മുന്നറിയിപ്പുകൾ വരുന്നത്. ഒരു രാജ്യത്തിനോട് ഇങ്ങനെ യുദ്ധം ചെയ്യുവാനും ആ രാജ്യത്തെ പിടിച്ചടക്കുവാനും നടത്തുന്ന ഈ യുദ്ധവെറിയാനായിട്ടുള്ള ഒരാൾ, അത്തരത്തിൽ വിഭ്രാന്തിയുള്ള ഭ്രാന്തനായിട്ടുള്ള ഒരാളായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറുന്നു എന്നുള്ളതിന്റെ കാഴ്ചയാണ്. അപ്പോൾ പലപ്പോഴും അദ്ദേഹം ഭീഷണി ശക്തമായിട്ട് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇറാനെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ അധിനിവേശ പ്രദേശവും മേഖലയിലെ എല്ലാ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളും താവളങ്ങളും കപ്പലുകളും ഞങ്ങളുടെ നിയമാനുസൃതമായിട്ടുള്ള ലക്ഷ്യങ്ങളായിരിക്കുമെന്ന് ഇറാൻ പറയുകയാണ്. അതിനർത്ഥം അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെയും താവളങ്ങളെയും കപ്പലുകളെയും ഒക്കെ കത്തിച്ച് ചാമ്പലാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്ന് തന്നെയാണ് ഇറാന്റെ വാദം. ഇറാന്റെ ദിവ്യാധിപത്യ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന പ്രതിഷേധങ്ങൾ മൂന്നാം ആഴ്ചയിലേക്ക് കടന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ വരുന്നത്. ടെഹ്റാനിലും മഷാദിലും കഴിഞ്ഞ ദിവസങ്ങൾ വരെ തുടർന്നതായിട്ട് പറയപ്പെടുന്ന പ്രകടനങ്ങൾ, അശാന്തിയുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ ഏകദേശം 116ഓളം പേർ കൊല്ലപ്പെട്ടതായിട്ട് പറയപ്പെടുന്നുണ്ട്. ആ റിപ്പോർട്ടുകൾ വരുമ്പോൾ തന്നെയാണ് ഇങ്ങനെ അശാന്തിയിലേക്ക് പോകുന്ന ഇറാനിൽ ബഹളമുണ്ടാക്കുന്ന, പ്രശ്നമുണ്ടാക്കുന്ന പ്രതിഷേധക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാൻ ഇറാൻ തയ്യാറെടുക്കുമ്പോഴാണ് ആ പ്രതിഷേധക്കാർക്ക് പിന്തുണയുമായിട്ട് അമേരിക്ക എത്തുന്നത്. ആ അമേരിക്കക്കെതിരെ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുവാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം. അതുകൊണ്ട് ഇറാനെ നിങ്ങൾ കുറച്ചു കാണരുത് എന്നാണ് പറയുന്നത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെടുന്നു, ഫോൺ ലൈനുകൾ വിച്ഛേദിക്കപ്പെടുന്നു. ഇറാന് പുറത്തുനിന്നുള്ള പ്രതിഷേധങ്ങളുടെ വ്യാപ്തി വിലയിരുത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. ഇതുവരെ തന്നെ ഏകദേശം 2600ഓളം പേരെ അവിടെ കസ്റ്റഡിയിൽ എടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ട്രംപ് പ്രതിഷേധക്കാർക്ക്, ആ ഇറാനിൽ നടത്തുന്ന പ്രതിഷേധക്കാർക്ക്, ഇറാനിയൻ ജനതയിലെ പ്രതിഷേധക്കാർക്ക് ട്രംപ് പരസ്യമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുന്നത് എന്തിനായിരിക്കാം? ഇറാൻ എന്ന് പറയപ്പെടുന്ന ഭരണകൂടത്തെ, അല്ലെങ്കിൽ ആയത്തുള്ള ഖമേനിയുടെ ഭരണകൂടത്തെ തകർത്ത് തരിപ്പമാക്കുക എന്നതാണ് ലക്ഷ്യം.
ഇറാൻ സ്വാതന്ത്ര്യത്തിലേക്ക് നോക്കുകയാണ്. ഒരുപക്ഷെ മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം US സഹായിക്കാൻ തയ്യാറാണെന്നായിരുന്നു ആ സമൂഹ മാധ്യമം വഴി ട്രംപിന്റെ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് എത്തപ്പെട്ട സന്ദേശങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാവുകയാണ്. ഇറാനെ ആക്രമിക്കുവാൻ സൈനിക ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ന്യൂയോർക്ക് ടൈംസ് അടക്കം വാൾ സ്ട്രീറ്റ് ജേണലും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ സമീപ വർഷങ്ങളിലെ ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭമാണ് ഇറാനിൽ ഇപ്പോൾ സർക്കാരിനെതിരെ സംഭവിക്കുന്നത്. പ്രതിഷേധിക്കുന്ന ജനങ്ങൾക്ക് നേരെ നടപടിയെടുത്താൽ ഇടപെടുമെന്നുള്ള ട്രംപിന്റെ അന്ത്യശാസനത്തെയാണ് ഇറാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. രാജ്യത്തെ പ്രതിഷേധം ആളിക്കത്തിക്കുന്നതിന് പിന്നിൽ US ആണ് എന്നുള്ള ഇറാന്റെ നിലപാട് വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ്. കാരണം പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുവാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഭരണകൂടത്തിന്റെ നീക്കങ്ങളിൽ 116 പേർ ഇതുവരെ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്റർനെറ്റ് വിലക്കിയിരിക്കുന്നതിനാൽ തന്നെ രാജ്യത്ത് നിന്നുള്ള വിവരങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് പുറത്തു വരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയേണ്ട റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഏകദേശം 2600-ലധികം ജനങ്ങളെ തടങ്കലിലാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട്. അതായത് അത് പറയുന്നത് US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനയായിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ്സ് ന്യൂസ് ഏജൻസി അറിയിക്കുകയാണ്. അതേസമയം മുൻപെങ്ങുമില്ലാത്ത വിധം ഇറാൻ സ്വാതന്ത്ര്യത്തിന് അടുത്തു നിൽക്കുകയാണ് എന്നുള്ള ട്രംപിന്റെ പ്രതികരണത്തെ പുച്ഛത്തോടുകൂടി തള്ളിക്കളയുകയാണ് ഇറാൻ. ട്രംപിനോട് കളിക്കാൻ നിൽക്കരുത് എന്നുള്ള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിനെയും വളരെ പുച്ഛത്തോടുകൂടി ഇറാൻ തള്ളിയിരിക്കുന്നു. മാത്രമല്ല ട്രംപ് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അദ്ദേഹം അത് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നുള്ള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ മുന്നറിയിപ്പുകളെ വരെ ആ മുന്നറിയിപ്പിനെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇറാൻ രംഗത്തെത്തുന്നു. മാത്രമല്ല ഇറാന്റെ ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത് ഇറാനെതിരെ ഒരു ചെറുവിരൽ അനക്കിയാൽ അത് ട്രംപ് ആണെങ്കിലും ശരി മറ്റേതൊരു രാജ്യമാണെങ്കിലും ശരി തിരിച്ചടി ഉറപ്പാക്കിയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ട്രംപിന്റെ കീഴിലുള്ള അമേരിക്കൻ US-ന്റെ പല സംവിധാനങ്ങൾക്കെതിരെയും ഇപ്പോൾ സൈനിക ഷിപ്പിംഗ് സൗകര്യങ്ങൾ അടക്കമുള്ളവയ്ക്കെതിരെ ഏത് തരത്തിലും ഇറാൻ കത്തിക്കുവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഷിപ്പിംഗ് കേന്ദ്രങ്ങളടക്കം കത്തിച്ചു കളയാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. തിരിച്ചടിക്കുന്നത് ഇറാൻ തന്നെയാണ്. അമേരിക്ക മുട്ടുപുറയ്ക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തപ്പെടുന്നു. ട്രംപിന് ഇത്രയൊക്കെ പോരാട്ടം നടത്തുവാനുള്ള വീര്യമുണ്ട് എങ്കിലും പക്ഷേ യുദ്ധത്തിലേക്ക് അടുക്കുമ്പോൾ ട്രംപ് പിന്നാക്കം പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. അമേരിക്കയുടെ ഷിപ്പിംഗ് കേന്ദ്രങ്ങൾ കത്തിച്ചാൽ അല്ലെങ്കിൽ അവരുടെ മറ്റ് സൈനിക കേന്ദ്രങ്ങളിൽ കത്തിക്കൽ നടത്താൻ ഇറാന് പദ്ധതിയുണ്ട്. മാത്രമല്ല ഇറാന് ശേഷിയുണ്ട്. ഇറാൻ പഴയ ഇറാനല്ല. മാത്രമല്ല റഷ്യയുടെ സഹായം എപ്പോഴും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇറാന് വേണ്ടിയിട്ട് സഹായിക്കുവാൻ റഷ്യ തയ്യാറാണ്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പാടുപെടേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ട്രംപ് മുട്ടുമടക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ്. ഇറാൻ അമേരിക്ക യുദ്ധം എന്നുള്ളത് സങ്കല്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ കൂടിയും അത് നടക്കുന്നതാണ്. അതിന്റെ പല ഭാഗങ്ങളിലും അത്തരത്തിലുള്ള വ്യോമാക്രമണങ്ങൾ നടക്കുന്നു. ഇപ്പോൾ കപ്പൽ എങ്ങനെ കത്തിക്കാം അല്ലെങ്കിൽ കപ്പലിലെ ഷിപ്പിംഗ് കേന്ദ്രങ്ങൾ അടക്കം എങ്ങനെ കത്തിച്ചു കളയാം എന്നുള്ള തരത്തിലേക്കുള്ള യുദ്ധമുറകൾ ഇറാൻ സ്വീകരിക്കുന്നു. ഇവിടെയൊക്കെയാണ് അമേരിക്ക തകർന്നു പോകുന്നത്. അമേരിക്ക വലിയേട്ടൻ മനോഭാവം സ്വീകരിച്ച് ഇറാനെ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നു. ആയത്തുള്ള ഖമേനിയെ തടങ്കലിലാക്കാൻ ശ്രമിക്കുന്നു. മുമ്പ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ വെനിസ്വേലയുടെ നിക്കോളസ് മഡൂറോയെ എങ്ങനെയാണോ തടങ്കലിലാക്കിയത് അല്ലെങ്കിൽ തടവിലാക്കാൻ ശ്രമിച്ചത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇറാനെയും അത്തരത്തിലൊരു പ്രതിരോധത്തിലേക്ക് കൊണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഇറാൻ പഴയ ഇറാനല്ല എന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ട് അമേരിക്കയെ കത്തിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ.